നമ്മളിൽ പലരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടാകും, ഞാൻ ഇത്രയധികം പരിഗണന കൊടുത്തിട്ടും ഇത്രയധികം ശ്രദ്ധിച്ചിട്ടും എന്തുകൊണ്ട് എനിക്ക് തിരിച്ച് അതേ പരിഗണന ലഭിക്കുന്നില്ല എന്ന്. ഇന്ന് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ പാഠമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആർക്കൊക്കെയാണ് സ്ഥാനം നൽകേണ്ടത് എന്നതിനെക്കുറിച്ച്. ഒരു ചെറിയ കഥ പറയാം. ഒരു കൊച്ചു കുളത്തിനരികിൽ വളർന്നു നിന്നിരുന്ന ഒരു മനോഹരമായ താമരപ്പൂവിനെ കുറിച്ചാണ് ഈ കഥ. ആ കുളത്തിൽ ഒരുപാട് മീനുകളുണ്ടായിരുന്നു. ആ താമരപ്പൂ എല്ലാ ദിവസവും താൻ വിരിയുമ്പോൾ ആ കുളത്തിലെ എല്ലാ മീനുകൾക്കും സന്തോഷം നൽകാൻ ശ്രമിച്ചിരുന്നു. തൻ്റെ തണലിൽ അവർക്ക് വിശ്രമിക്കാം, തൻ്റെ സൗന്ദര്യം കൊണ്ട് അവർക്ക് ആനന്ദിക്കാം, താൻ എപ്പോഴും ലഭ്യമാണെന്ന് ആ പൂവ് ഉറപ്പുവരുത്തി. പക്ഷേ കാലം മാറിയപ്പോൾ ആ മീനുകൾക്ക് താമരയോടൊരു തരി പോലും ബഹുമാനമില്ലാതെയായി. താമര എപ്പോഴും അവിടെ ഉണ്ടാകുമെന്ന് അവർക്ക് ഉറപ്പായി. തങ്ങൾ അവിടുന്ന് മാറിപ്പോയാൽ പോലും ആ പൂവ് അവിടെ തന്നെ കാണുമെന്ന് അവർക്ക് തോന്നി. ആ പൂവ് ഒരു ബാക്കപ്പ് ഓപ്ഷൻ മാത്രമായി മാറി. അവസാനം താമരപ്പൂ വാടിത്തുടങ്ങിയപ്പോൾ ആരും അതറിഞ്ഞില്ല, അല്ലെങ്കിൽ അറിഞ്ഞാലും അവർക്കതൊരു വിഷമമായി തോന്നിയില്ല. ഒടുവിൽ ആ പൂവ് മനസ്സിലാക്കി, തൻ്റെ സ്നേഹം അറിയിക്കാത്തവർക്ക് വേണ്ടി സ്വന്തം സൗന്ദര്യവും ഊർജവും ചെലവാക്കുകയാണെന്ന് തന്നെ. ഈ കഥ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നടക്കാറുണ്ട്. നമ്മൾ ചിലർക്ക് വേണ്ടി എപ്പോഴും ലഭ്യമാകും. അവരെന്ത് ചോദിച്ചാലും നമ്മൾ ഓടിയെത്തും. നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ അവർ എപ്പോഴും ഒന്നാമതായിരിക്കും. പക്ഷെ നമ്മൾ അവരുടെ ലിസ്റ്റിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മളൊരു ഓപ്ഷൻ മാത്രമാണ്, ഒരു ബാക്കപ്പ് പ്ലാൻ മാത്രമാണ്. ഇവിടെയാണ് നമ്മുടെ പോളിസി മാറ്റേണ്ടത്. ഒന്നോർക്കുക, നമുക്ക് എന്ത് ലഭിക്കുന്നുവോ അത് മാത്രം തിരിച്ചു കൊടുക്കുക. ഒരു നല്ല ബന്ധം എന്നത് പരസ്പരമുള്ളതാണ്. അങ്ങോട്ട് മാത്രം സ്നേഹം കൊടുത്ത് ഇങ്ങോട്ടൊന്നും തരാതെ ഒരാൾക്ക് വേണ്ടി നമ്മുടെ സമയം കളയേണ്ടതുണ്ടോ? ഒരിക്കലുമില്ല. അവൈലബിൾ അല്ലാതിരിക്കുന്നത് ഒരു അഹങ്കാരമല്ല, അതൊരു ആത്മരക്ഷയാണ്. നമ്മൾ എപ്പോഴും ലഭ്യമാകുമ്പോൾ നമ്മുടെ വില കുറഞ്ഞു പോകുന്നു. ആരെങ്കിലും നമ്മളെ ശല്യമായി കാണുന്നുവെങ്കിൽ അവിടെ നിന്ന് പിന്മാറുന്നതാണ് ഏറ്റവും വലിയ വേഗം. നമ്മുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. അത് നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾക്ക് പ്രയോറിറ്റി തരുന്ന കുറച്ചു പേർക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുക. ആ ചെറിയ വട്ടത്തിനുള്ളിൽ ലഭിക്കുന്ന സമാധാനം, അതാണ് യഥാർത്ഥ സന്തോഷം. എല്ലാവർക്കും പ്രിയങ്കരനാകാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ നമ്മളെ അല്ലാതെ മറ്റെല്ലാവരെയും സന്തോഷിപ്പിക്കുന്നു. അതിനു പകരം നമ്മളെ സ്നേഹിക്കുന്നവരെ കൂടി സമാധാനത്തോടെ ഇരിക്കാൻ പഠിക്കുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇന്നു മുതൽ ഒരു കാര്യം തീരുമാനിക്കാം. നമ്മുടെ സ്നേഹവും സമയവും അർഹതയുള്ളവർക്ക് മാത്രം നൽകുക, അല്ലാത്തവരെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക. കാരണം ആത്മബഹുമാനത്തോടെ ജീവിക്കുന്നതിനേക്കാൾ വലിയൊരു സന്തോഷം ഈ ലോകത്തിലില്ല. നന്ദി.